അയ്യോ! ഇത് നേരത്താണാവോ ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത്. എന്തായാലും പോയി നോക്കിയിട്ട് വരാം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജോബിച്ച് വിളിച്ചപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പുറത്ത് പോയ സമയത്ത് നമ്മൾ ചിക്കൻ ചൂടാനുള്ള പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ സത്യത്തിൽ മറന്നുപോയി. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാത്രി പോയി ചിക്കൻ ചൂടാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു പ്രിപ്പറേഷൻസും ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 3:45 4 മണിയാകുമ്പോഴാണ് ജോബിച്ചൻ വിളിച്ചിട്ട് നമുക്ക് ചൂടാം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തന്നെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ചോദിച്ചു. അവർ ഓക്കെയും പറഞ്ഞു. പക്ഷെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണ്ടേ. നോമ്പുതോറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജോബിച്ചൻ വരുമ്പോഴേ 7:15 ആവും. അത് കഴിഞ്ഞ് വാങ്ങിച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കും നമ്മുടെ സമയം കഴിഞ്ഞു. പിന്നെ ഇന്ന് പറ്റില്ല. പിന്നീട് അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യം ഇങ്ങനെ നീട്ടി പോവാണ്. അപ്പോൾ എന്നോട് തന്നെക്ക് പോയി വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. കുറച്ച് ദൂരം ഉണ്ട് നടക്കാനേ. നമുക്ക് ബാക്കി പണികൾ നോക്കാം. അതിന് മുമ്പ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ചിക്കനൊക്കെ ക്ലീനാക്കി വാഷ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ അതിന് മുന്നേ ഡ്രസ്സൊക്കെ മാറിയിട്ട് സെറ്റായിട്ട് ബാക്കി മാരിനേറ്റും പ്രൊസീജിയേഴ്സൊക്കെ തുടങ്ങാം. എന്താ നോക്ക്, പാപി ചെന്നോളം പാതാളം എന്ന് പറഞ്ഞ പോലെയാണ്. കഷ്ടപ്പെട്ട് നടന്നുണ്ടാക്കി പോയി വന്ന് വിശർപ്പൊക്കെ ആറ്റി ഡ്രസ്സും ചേഞ്ച് ചെയ്ത് ചിക്കൻ വാഷ് ചെയ്യാൻ പോയ സമയത്തുണ്ട് കറിക്കട്ടിന് വേണ്ടി അരിഞ്ഞു വെച്ചേക്കുന്നത്. ഞാൻ എന്താ ചെയ്യണ്ടേ? 2 കിലോ ചിക്കൻ, അത് രണ്ടെന്ന് പറയുമ്പോൾ 3 കിലോ ചിക്കൻ്റെ അടുത്തുണ്ട്. ഒരു ചിക്കൻ 4 പീസാക്കി ഗ്രില്ല് ചെയ്യാനാണ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. അത് മലയാളി പയ്യനായിരുന്നു. ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വരും. 10 മിനിറ്റ് സമയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാൻ പോയി. തിരിച്ചു വന്നു. അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതന്നെയല്ലേ ചോദിച്ചു. അതിന് പുറമെ ബില്ലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു റിസപ്ഷനിൽ കാണിച്ചാൽ മതിയെന്ന്. ഇത് ഇവിടെ എത്തി ഡ്രസ്സും ചേഞ്ച് ചെയ്ത് വാഷ് ചെയ്യാൻ പോയപ്പോഴാണ് അയ്യത്തറ. ചിക്കനാണ് നമുക്ക് പിന്നീട് ഉപയോഗിക്കാം, ഞാൻ എടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സാധാ പഞ്ച് കേക്ക്, സ്പോഞ്ച് കേക്ക്, നമുക്ക് ചായക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ടീ കേക്ക്. പിന്നെ 590 ആയിരുന്നു അവിടെ പ്രൈസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ വീട്ടിൽ വന്ന് ബില്ല് ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് 13.50 13.90 ആണ് അതിന് റേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം തന്നെ ഞാൻ QR കോഡൊക്കെ വെച്ച് ബില്ലിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ച് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു ചാറ്റ് പോർട്ട് വഴി. അപ്പോൾ അവർ 3 ദിവസത്തിനുള്ളിലോ അങ്ങനെ എന്തോ മാനേജർ നിങ്ങളെന്നെ കോൺടാക്റ്റ് ചെയ്യും. മെയിൽ ID ഒക്കെ വാങ്ങിച്ചു വെച്ചു. 2 ആഴ്ച മുകളിലായി, ഒരു വിവരമില്ല. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ കസ്റ്റമറാണ്. സോ കംപ്ലൈൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാനല്ല, ഇതെന്ത് ചെയ്യണം, എനിക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടുമോ എന്നറിയണം. പക്ഷെ കുറേ ദൂരം നടക്കാനുണ്ട്. ഇവിടെ അടുത്താകെ കൂടി അതേ ഉള്ളൂ. അപ്പോൾ അവിടെ വരെ പോയിട്ട് പിന്നെ റീപ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ കാര്യം അന്വേഷിച്ച് തിരിച്ച് വരണം. നമുക്കിവിടെ വണ്ടിയോ കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് മെട്രോൻ്റെ അടുത്ത് ലുലുവിൻ്റെ അടുത്തൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് വീടെടുത്തത്. അപ്പോൾ ഈ നട്ടപ്പാറ വെയിലത്ത് ഒന്നും കൂടിയും പോയി നടന്ന് എന്താ സംഭവിക്കുക, എന്താ ഉണ്ടാവുക എന്ന് നോക്കിയിട്ട് വരണം. അയ്യോ, ഇത് നേരത്താണാവോ ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത്. എന്തായാലും പോയി നോക്കിയിട്ട് വരാം. പിന്നെയും ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്നുകൂടി പോയിട്ട് വരാം. പ്രോബ്ലം സോൾവ്. മീറ്റത്തെ ചേട്ടൻ എന്നെ മാറ്റി തന്ന് കറി കട്ട് ചെയ്തത് അവരെടുത്തു. മറ്റേ ഗ്രില്ലിനുള്ളത് അവർ പുതിയത് കട്ട് ചെയ്ത് തന്നു. സെറ്റ്. പക്ഷെ 2 വട്ടം പോകേണ്ടി വന്നെന്ന് മാത്രം. വയ്യാണ്ടായി. ഇനി ഇതൊക്കെ മാരിനേറ്റ് ചെയ്ത് സെറ്റാക്കി. സമയമില്ല. നമ്മളൊരു 3:30 4 മണിയാകുമ്പോഴാണ് ചിന്തിക്കണത് തന്നെ. അങ്ങനെയാണ് പോണത്. ഇപ്പോൾ ഓൾറെഡി 5 മണി 6 മണി ആയിട്ടുണ്ട്. 6 മണിയാണ്. ഇനി മാരിനേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 6:15 6:30 ആ ചേട്ടൻ്റെ പ്രശ്നമില്ല കേട്ടോ. ആ ചേട്ടൻ ഒരു മലയാളിയായിരുന്നു. സോ 4 പീസ് വേണം, ഗ്രില്ലിനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ അടുത്ത്. ആളപ്പോൾ ഒരു അറബിക്ക് സാധനങ്ങൾ എടുത്ത് കൊടുക്കുകയായിരുന്നു. അപ്പോൾ എന്തുണ്ടായി, ആ ചേട്ടൻ വേറൊരു ഏട്ടനോട് പറഞ്ഞു. അപ്പോൾ 4 പീസസ് എന്നുള്ളത് മറ്റാൾ സ്മോൾ പീസസ് എന്നാണ് കേട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് കറി കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത പക്ഷെ നമുക്ക് സാധനം കിട്ടി. ഡബിൾ വർക്കായിരുന്നു മാത്രം, ഇരട്ടിപ്പണി ചെയ്യുന്നു മാത്രം. അപ്പോൾ ആദ്യം ഞാൻ ചിക്കൻ നല്ലപോലെ 2-3 വട്ടം കഴുകിയിട്ട് വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ചിട്ട് അതിൽ മുക്കി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പും മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് കൊടുത്താൽ അരയ്ക്കാൻ കുറച്ച് സുഖമായിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. പിന്നെ ചുവന്നുള്ളി അല്ലെങ്കിൽ സവോള. ഞാൻ പിന്നെ എളുപ്പത്തിന് സവോള എടുത്തത്. ഇപ്പോൾ ഈ നേരമില്ലാത്ത നേരത്ത് ചുവന്നുള്ളി ഒന്നും തൊലി പൊളിച്ചുണ്ടാക്കാൻ വയ്യ. പിന്നെ നമ്മുടെ ജാറിലേക്ക് കൈ കിട്ടുന്ന എല്ലാ പൊടികളും എടുത്തിട്ടേക്ക്. നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യൻസ്, പ്രത്യേകിച്ച് മലയാളീസ് എല്ലാ പൊടികളും ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ടാണല്ലോ കറികളൊക്കെ വയ്ക്കുക. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മസാലപ്പൊടി, ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അത്രയും സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്, ഒരു ഫ്ലേവർ ആവാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ 2 മസാല ഉണ്ടാക്കാനാണ് വിചാരിക്കണേ. 4 8 പീസാണല്ലോ ഉള്ളത്. അപ്പോൾ 4 ലെഗ് പീസും 4 ബ്രസ്റ്റ് പീസും. അപ്പോൾ 2ൽ 2 തരം മസാല ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിക്കണേ. ഗ്രീൻ ചില്ലി ഗ്രിൽഡ് ചിക്കൻ, അതുപോലെ മറ്റേത് ഞാൻ വിചാരിക്കുന്നത് പെരി പെരി ഉണ്ടാക്കണം എന്നാണ്. അപ്പോൾ അതിന് സോസും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രീൻ ഗ്രിൽഡ് ചിക്കൻ ഉള്ളത് റെഡിയാക്കിയിട്ട്
പിന്നെ അതിലേക്ക് പെരി പെരിക്കുള്ള മസാല സെറ്റാക്കി എടുക്കാം. അപ്പോൾ പിന്നെ രണ്ടും ഒറ്റയടിക്ക് പണി കഴിയുമല്ലോ. ബേസ് രണ്ടിൻ്റെ ഒന്ന് തന്നെയാണ്, ചില ഇൻഗ്രീഡിയൻസ് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്കൊരു പച്ചപ്പും ഹരിതാപൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിച്ചപ്പും പുതിനയും ചേർത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പച്ചമുളക് ആദ്യം ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കേടും, അതായത് തൈരും പിന്നെ നാരങ്ങ നീരും കുറച്ച് വിനാഗിരിയും ചേർത്തിട്ടാണ് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുന്നത്. ഇനി അത് നമുക്ക് ലെഗ് പീസിൽ തേച്ച് പിടിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ എക്സ്ട്രാ ടൊമാറ്റോ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് പെരി പെരിക്കുള്ള ബേസ് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ഇനി ചിക്കന് വേണ്ടിയിട്ടുള്ളത് ഓൾറെഡി ഫ്രിഡ്ജിൽ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെരി പെരിക്കുള്ള മസാലയും ഫ്രിഡ്ജിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പെരി പെരിയുടെ മുകളിൽ തേക്കാനുള്ളൊരു സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ഭാഗം ബട്ടർ എടുത്തിട്ടുണ്ട്. അത് നന്നായി മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ട് നന്നായി മൊരിച്ചെടുക്കുക. നമ്മൾ ഉപ്പേരിയൊക്കെ മുളകിടുന്ന പോലെ ആ ഒരു ഫ്ലേവർ കിട്ടുന്ന വരെ നന്നായിട്ട് മൊരിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നല്ല സോസ് ഒഴിക്കുന്നുണ്ട്, തക്കാളി സോസ് കേട്ടോ. അപ്പോഴാണ് എൻ്റെ കെട്ടിയും കുളിക്കുന്നോർന്ന് വിളിച്ച് പറയണത്, എടി അതിൽ കുറച്ച് ഹണിയും കൂടിയും ചേർക്ക് രസമായിക്കോട്ടെ എന്ന്. പെരി പെരി ശരിക്ക് എരിവല്ലേ ഉണ്ടാവുക, അപ്പോൾ ഹണി ചേർക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മൊത്തം കാൽക്കുലേഷൻ തെറ്റിപ്പോയി. അത് ഇനി ഹണി ചിക്കൻ ആവില്ലേ, എന്തെങ്കിലും ആവട്ടെ, നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് ഹണിയും കൂടി ചേർത്തിട്ടുണ്ട്. ഓൾറെഡി ബട്ടറിൻ്റെ റിച്ച് ഫ്ലേവർ ഉള്ളതാണ്, അതിൻ്റെ കൂടെ പെരി പെരി ആകുമ്പോൾ കുറച്ച് എരിവൊക്കെ ഉണ്ടാവട്ടെ എന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് ഹണി ചേർക്കുന്നത്. പക്ഷേ എന്തായാലും ഔട്ട്കം നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളതൊക്കെ കുട്ടപ്പനാക്കി ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട് വന്നു. അങ്ങനെ അവനെയായിട്ട് വേറൊരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജോബിച്ചൻ്റെ ക്യാമ്പിലേക്ക് പോയി. എന്നിട്ട് അവിടുന്ന് ആളെ എടുത്തിട്ട് നമ്മൾ 4 പേരും കൂടിയിട്ടാണ് ചിക്കൻ ചുടാനായിട്ട് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ മുഷ്രിഫ് പാർക്കിലേക്കാണ്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത് ജബലലിയൊക്കെ പോകാനാണ്. ഒരു ക്യാമ്പൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം എന്ന് കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ്. ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതാണ്. റാസൽ ഖൈമയും ജബലലിയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്, ഹൈറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ക്യാമ്പ് ചെയ്തിട്ടില്ല. പോവുക, സ്ഥലങ്ങൾ കാണാൻ പോരുക, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ക്യാമ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം പോയി ഒരു നൈറ്റ് പകുതി സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വരാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ നമ്മൾ ഓൾറെഡി ലേറ്റ് ആണല്ലോ, അപ്പോൾ അതുവരെ പോകാനുള്ള ടൈമില്ല. സോ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ അടുത്ത് മുഷ്രിഫ് പാർക്ക് ഉണ്ട്, ഒരു അരമണിക്കൂർ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ടാണ് പോയത്. ഏകദേശം നോമ്പ് തോറും കാര്യങ്ങളൊക്കെ ആ ഒരു സമയമൊക്കെ ആയ കാരണം തിരക്ക് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ പാർക്കിലും ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചേ. പക്ഷേ ഇഫ്താറുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്, ഓരോ ഫാമിലീസൊക്കെ ആയിട്ട്. അപ്പോൾ ഒരുവിധം എല്ലായിടത്തും ഫുൾ ഫാമിലീസൊക്കെ ആയിരുന്നു. എന്നിട്ട് നമ്മൾ കുറേ കാറിൽ തന്നെ തപ്പി പിടിച്ച് നമ്മളൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. റോഡ് സൈഡിൽ തന്നെയാണ്. വലിയ സെറ്റപ്പ് ഇല്ല, എന്നാലും നമ്മൾ 4 പേരല്ലേ ഉള്ളൂ, അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് 4 പേർക്ക് നിൽക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുടക്കീഴിൽ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ആയിട്ടാണ്. പിന്നെ ഒരു ടേബിൾ ഉണ്ട്, നമുക്ക് BBQ ചെയ്യാനുള്ളൊരു സ്പേസ്. പിന്നെ അത്യാവശ്യം ആ സറൗണ്ടിങ്ങിൽ നമ്മളുള്ളൂ. നമ്മുടെ ഒരു സൈഡിൽ വലിയൊരു ഫാമിലി ഉണ്ട്, ഒരു 10-30 പേര് അടങ്ങുന്ന ഒരു ഫാമിലി ഉണ്ട്. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് പിള്ളേർ സെറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ചാർക്കോളിൽ തീ പിടിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കനലാവുക എന്നുള്ളത്. അപ്പോൾ സരുണിൻ്റെ കയ്യിൽ ഒരു ബ്ലോ ഡ്രയർ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, മിനിറ്റ് വെച്ചിട്ട് നമുക്ക് കനൽ സെറ്റായി കിട്ടി. ആദ്യത്തെ ബാച്ചായിട്ട് നമ്മൾ ചിക്കൻ്റെ ലെഗ് പീസാണ് വെക്കുന്നത്. ഗ്രീൻ ചില്ലി ചിക്കൻ്റെ മസാല കോട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ചിക്കൻ പീസസ് ആദ്യത്തെ ട്രിപ്പിൽ നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാവട്ടെ, അതുവരെ നമ്മൾ ഇരുന്ന് വർത്താനം പറയുമായിരുന്നു കേട്ടോ. പല കാര്യങ്ങൾ, എന്താ ഗൾഫിലേക്ക് വന്നത് തൊട്ടിട്ട് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്യൂച്ചർ പ്ലാൻസും കഴിഞ്ഞു പോയ പാസ്റ്റും കാര്യങ്ങളൊക്കെ. ഞാൻ ആദ്യമായിട്ട് മുഷ്രിഫ് പാർക്കിൽ വരുന്നത് ആദ്യത്തെ വട്ടം വിസിറ്റിങ്ങിന് വന്ന സമയത്തായിരിക്കും, ഏകദേശം 2021-2022 ആ സമയത്ത് ജോബിച്ചൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ്റെ ബർത്ത്ഡേക്കോ മറ്റോ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ജോബിച്ചൻ്റെ ക്ലോസ് ഫ്രണ്ട്സിലെ 5 പേര് ഫാമിലീസിനെ കൂടുന്ന സമയമായിരുന്നു. എല്ലാവരും എന്താ പറയുക, ന്യൂലി മാരീഡ് ആയിട്ടുള്ള സമയത്ത്. ഞാനും ഹസ്ബൻഡും അതുപോലെ തന്നെ 4 കപ്പിൾസും ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒരു പട തന്നെ ഉണ്ടായിരുന്നു, ഞാനിതുവരെ കാണാത്ത കുറേ പേര്. അന്ന് ഞങ്ങൾ അന്താക്ഷരി കളിച്ചു, അതുപോലെ തന്നെ സിനിമാ പേര് കളിച്ചു. പിന്നെ എല്ലാവരെയും പരസ്പരം ആദ്യമായിട്ട് പരിചയപ്പെട്ട സമയമായിരുന്നു. പിന്നീട് നമ്മളെല്ലാവരും കൂടി സിനിമയ്ക്കൊക്കെ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. അതിൽ 1-2 പേർക്ക് മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മറ്റേ സ്കേറ്റിംഗ് ബോർഡൊക്കെ വാങ്ങിച്ചു കൊടുക്കലും അവരതിനെ പഠിപ്പിക്കലൊക്കെ ആയിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ, അങ്ങനെ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് വന്നിട്ടുള്ളൊരു സമയം ഉണ്ടായിട്ടില്ല. പക്ഷെ അന്നത്തെ മെമ്മറീസ് ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞ് കളിയും ചിരിയൊക്കെ ആയിരുന്നു. സരുണിനെ അറിയാലോ, നമ്മുടെ വീഡിയോസിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അവനെ നമ്മുടെ നാട്ടിലത്തെ ഫ്രണ്ടാണ്. ആൽവിൻ ചേട്ടൻ ജോബിച്ചൻ ഇവിടെ വന്നിട്ട് ഒരു 10 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ടാവും ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആൾ കൊച്ചിക്കാരനാണ്. സരുൺ നമ്മുടെ നാട്ടുകാരനാണ്, എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് നമുക്ക് കണക്ഷൻ. അപ്പോൾ സരുണ് ആൽവിൻ ചേട്ടൻ സരുണിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ ഒരു ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ലേ. നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയ്ക്ക് അറിയാലോ, നമ്മൾ തമ്മിലൊരു വേർതിരിവ് ഉണ്ടാവില്ലേ, നമ്മൾ പെട്ടെന്ന് കാണുന്ന പോലെ ഒട്ടിപ്പിടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ വിശേഷങ്ങൾ നമ്മുടെ അടുത്തും നമ്മുടെ വിശേഷങ്ങൾ അവൻ്റെ അടുത്തൊക്കെ പറഞ്ഞ്
അങ്ങനെ പെട്ടെന്ന് സിങ്കായി. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ മുഷ്രിഫ് പാർക്കിൽ തന്നെ വന്നിട്ടുണ്ട്, വേറൊരു സെറ്റ് ഓഫ് ഗ്യാങ് ആയിട്ട്. അന്ന് നമ്മൾ 4 കപ്പിൾസ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഞാനൊന്ന് റീപോസ്റ്റ് ചെയ്യണ്ടേ. ഇപ്പോൾ അടുത്ത് ഞാനത് കണ്ടപ്പോൾ വിചാരിച്ചൊന്ന് റീപോസ്റ്റ് ചെയ്യണമെന്ന്. അടുത്തൊരു ദിവസമായിട്ട് ഞാനത് റീപോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അന്നാണ് നമ്മൾ ഗ്രില്ല് ചെയ്തത്. പിന്നെ ഒരു വട്ടം നമ്മൾ ആദ്യത്തെ വില്ലെടുത്ത സമയത്ത് മൊത്തം മലയാളി ഫാമിലീസ് ആയിരുന്നു. അന്നും ഞാനിതുപോലെ മാരിനേറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മളൊരു ഫുൾ ഫാമിലി ആയിട്ടിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുൾ മലയാളി ഫാമിലീസ് ആയിരുന്നു. നമ്മളൊരു 5-6 ഫാമിലീസും മക്കളൊക്കെ ആയിട്ട്. അന്ന് ഞങ്ങൾ മാത്രമായിരുന്നു ന്യൂലി മാരീഡ്, ബാക്കി എല്ലാവർക്കും ഈ 2-3 മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഫുട്ബോളൊക്കെ കളിച്ചിരുന്നു പിള്ളേരിനായിട്ട്, ഒളിച്ചുകളിയൊക്കെ. പിള്ളേരുടെ ഒരു പട തന്നെ ഉണ്ടായിരുന്നു എനിക്ക് സപ്പോർട്ടായിട്ട്, എൻ്റെ ബോഡി ഗാർഡായിട്ട്. അങ്ങനെ ഒരു കാലത്ത് അങ്ങനെ ഒരു വില്ലയിൽ ഞങ്ങൾ നിന്ന സമയത്ത് വില്ലയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഗ്രില്ല് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് നമ്മൾ വെച്ചിട്ടുള്ളത് ലെഗ് പീസ് ഓൾറെഡി സെറ്റായി. പിന്നെ അടുത്തത് നമുക്ക് ബ്രസ്റ്റ് പീസ് ആയിരുന്നു. അത് നമ്മൾ പെരി പെരി ആക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബേസ് കോട്ട് അടിച്ചിട്ടുള്ള മാരിനേറ്റ് ഉള്ള ചിക്കൻ വെച്ചു. ഞാൻ ആ സോസ് തേക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത സമയത്ത് ബട്ടറൊക്കെ കോട്ട് ചെയ്തിട്ട് പിന്നെ സോസ് തേക്കാൻ വേണ്ടി കൊടുത്ത സമയത്ത് പറഞ്ഞു, എടി ഇത് നല്ല രസമുണ്ട്, അപ്പോൾ നമുക്ക് ഡിപ്പായിട്ട് ഉപയോഗിക്കാം, അതിൻ്റെ മുകളിൽ തേക്കേണ്ട, നമുക്ക് സൈഡിൽ ഡിപ്പായിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് അതങ്ങനെയാക്കി. അത് കഴിഞ്ഞിട്ട് സരുൺ ഫ്രഞ്ച് ഫ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ തല പുകഞ്ഞ് ആലോചിച്ചിട്ട് അവസാനം ബാക്കി വന്ന ബട്ടർ ഇട്ടിട്ട് ഇളക്കിയിട്ട് കനലിൽ വെച്ചിട്ട് വേവിച്ചെടുത്തു. അപ്പോൾ ഫ്രൈ ആയില്ല, പക്ഷെ എന്നാൽ വേവിച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂട്ടി ഒരു പിടിപിടിച്ച്. അങ്ങനെ ഒരു ദിവസം കൂടി നമ്മുടെ ഓർമ്മയുടെ പുസ്തകത്തിലേക്ക് എഴുതി ചേർക്കപ്പെട്ടു.